ഇതിനകത്ത് MP ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എന്ത് ഉദ്ഘാടനമാണ് അവിടെ നടന്നത്? അവർ അതിൻ്റെ പുരോഗതി വിലയിരുത്താൻ വേണ്ടി വന്ന സമയത്ത് MPക്ക് ഒരു സ്വീകരണ പരിപാടി ആ വാർഡിൽ കൊടുക്കുന്ന സമയത്ത് ഒരു MPയെ, ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു MPയെ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ പാടില്ല എന്ന് പറയുന്നതിൽ എന്ത് നീതിയാണുള്ളത്? അല്ല, ഉദ്ഘാടന പരിപാടിയല്ല. ഉദ്ഘാടന പരിപാടി നടക്കണമെങ്കിൽ അവിടുത്തെ പ്രോജക്റ്റിന്റെ പൂർണ്ണമായ പണി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, ആ പരിപാടിയിലേക്ക് ഈ നഗരസഭയുടെ ഒരു പദ്ധതി ആയിട്ടാണ് അത് വരുന്നത്. സ്വാഭാവികമായിട്ട് നഗരസഭ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാവും. അല്ല, അതിനകത്ത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു MPക്ക് ഒരു സ്വീകരണം അവിടെ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അവിടെയുള്ള ഫ്ലക്സ് ബോർഡുകളിൽ എന്താ ഉണ്ടായിരുന്നത്? പരിപാടിയുടെ ഉദ്ഘാടനം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ലാബിന്റെ എന്തായിരുന്നു? നിങ്ങളുടെ കയ്യിലുള്ള ഒന്ന് കാണിച്ചേ, അതിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് വെച്ചതിന്റെ പോസ്റ്റർ ഒന്ന് കാണിച്ചേ. മീഡിയയുടെ കയ്യിൽ ലാബിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് വെച്ചതിന്റെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ക്ഷണിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? രണ്ടു കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരോടാ ചോദിച്ചിരുന്നത്? സംഘാടകർ BJP നേതാവല്ല, ആ പരിപാടിയുടെ വാർഡ് കൗൺസിലറാണ്. വാർഡ് കൗൺസിലർ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയാണ് അറിയിക്കേണ്ടത്? എന്താണ്? ഒന്നയച്ച് ഇക്ബാൽ ഒന്നയച്ച്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓക്കെ ആ പരിപാടിയുടെ ഉദ്ഘാടനം അവിടെ നടന്നിട്ടില്ല. 1. 2, കട്ടിള വെപ്പിന് വേണ്ടിയിട്ട് PT ഉഷ MP ആ പരിപാടിയുടെ പ്രോഗ്രസ് വിലയിരുത്താൻ വേണ്ടി വരുന്നു. അവിടെ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ അവർക്കൊരു സ്വീകരണം കൊടുക്കുന്നു. ആ പരിപാടിയിൽ യാതൊരു തെറ്റില്ല. പിന്നെ 2, നിങ്ങൾ പറഞ്ഞോളൂ. അല്ല, അവിടെ ആ പരിപാടിക്കകത്ത് മുഴുവൻ ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലേ? അവിടെ വാർഡില് PT ഉഷ MP വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വീകരണം കൊടുക്കുന്ന അവിടെ മുഴുവൻ ബോർഡ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 ദിവസമായി പാർട്ടിയോട് ചോദിച്ചിരുന്നു, നഗരസഭാ കൗൺസിലറോട് ചോദിച്ചിരുന്നു, ചെയർപേഴ്സണോട് ചോദിച്ചിരുന്നു. വളരെ വിശദമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെയും പാർട്ടിയുടെയും ആളുകൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ ഈ വിഷയത്തിൽ വാക്ക് പാലിച്ചുകൊണ്ട് മുന്നോട്ട് വികസനം വാഗ്ദാനമല്ല യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അംഗനവാടി ഉദ്ഘാടനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീമതി PT ഉഷ, ഏതാ? ഒരു മിനിറ്റ്. അല്ല, അംഗൻവാടി ഉദ്ഘാടനം 2 പരിപാടി തമ്മിൽ കൊളാബറേഷൻ ആക്കരുത്. ഒരു മിനിറ്റ്. 19ാം വാർഡിലെ പരിപാടിയും 18ാം വാർഡിലെ പരിപാടിയും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. മിനി കൃഷ്ണകുമാറിന്റെ വാർഡിൽ നടന്നതിൽ അതിൽ കൃത്യമായി പറയുന്നു, പാലക്കാട് നഗരസഭ 18ാം വാർഡ് കൊപ്പം നിവാസികളുടെ ഒരു അഭിലാഷം പൂവണിയുകയാണ്. കൊപ്പം ഹെൽത്ത് സെന്ററിനോടനുബന്ധിച്ച് ബയോമെഡിക്കൽ ലാബ് കെട്ടിടം PT ഉഷ രാജ്യസഭ MP ഫണ്ടിൽ നിന്ന് അവസാനം PT ഉഷ MP ഇത് ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്ന് കൃത്യമായി ഉണ്ട്. അതെ, അതായത് കെട്ടിട നിർമ്മാണത്തിന് കട്ടിള വയ്ക്കൽ പ്രസ്തുത ചടങ്ങിൽ നടക്കുന്നു. അതെങ്ങനെ? കൊപ്പം ഹെൽത്ത് സെന്ററിനെ വെച്ച് ഒരു ബയോമെഡിക്കൽ ലാബ് കെട്ടിടം ശ്രീമതി PT ഉഷ MPയുടെ MP ലാബ് ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ്. ഒരു മിനിറ്റ്. ബഹുമാനരെ, പാലക്കാട് നഗരസഭ 18ാം വാർഡ് കൊപ്പം നിവാസികളുടെ ഒരു അഭിലാഷം പൂവണിയുകയാണ്. കൊപ്പം ഹെൽത്ത് സെന്ററിനോടനുബന്ധിച്ച് ഒരു ബയോമെഡിക്കൽ ലാബ് കെട്ടിടം ബഹുമാനപ്പെട്ട ശ്രീമതി PT ഉഷ MPയുടെ രാജ്യസഭ MPയുടെ MP ലാബ് ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുകയാണ്. പാലക്കാട് നഗരസഭയിൽ ഹെൽത്ത് സെന്ററിനോടനുബന്ധിച്ച് വരുന്ന ആദ്യത്തെ ബയോമെഡിക്കൽ ലാബാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നത്. 22/10/2025 ബുധനാഴ്ച ബഹുമാനപ്പെട്ട PT ഉഷ MP നിർവഹിക്കുന്ന കെട്ടിട നിർമ്മാണത്തിന്റെ കട്ടിള വെക്കാൻ പ്രസ്തുത ചടങ്ങിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു മിനിറ്റ്. ഇതിനകത്ത് ആ പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ്. രാജ്യസഭാ MPക്ക് സ്വീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് പാർട്ടി നടത്തിയ പരിപാടി ഉണ്ട് അവിടെ. അല്ല, ഒരു മിനിറ്റ്. പാർട്ടി
MP ആ ഒരു പദ്ധതിക്ക് വരുന്ന സമയത്ത് MP ക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ? അല്ലല്ല, ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്നതില് നിങ്ങൾ ബോധപൂർവ്വം ഒരു മിനിറ്റ് ഞാൻ ഇതിനകത്ത് ഇനിയിപ്പോ നിങ്ങൾ സ്വീകരണം കൊടുത്തു എന്ന് കരുതുക, അപ്പൊ തന്നെ അതിന്റെ കൂടെ തന്നെ ഒരു പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നല്ലോ. ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ ഒരു പരിപാടിക്ക് MP വരുന്നു, പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിപാടിയിൽ പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറയൂ? അല്ല, അവിടെയാണ് പ്രശ്നം. ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർണ്ണാക്കട്ടെ. ഒരു മിനിറ്റ് നഗരസഭയുടെ പരിപാടി അല്ല ഇത്, അത് നഗരസഭയുടെ പരിപാടിയല്ല. ഒരു മിനിറ്റ്, ഞാൻ അവിടെ കൊപ്പത്ത് PT ഉഷ പങ്കെടുത്ത പരിപാടിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഈ പരിപാടി, അത് പാർട്ടി പരിപാടിയിൽ പാർട്ടിയുടെ ഏരിയ പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞുകൊണ്ട് പാർട്ടിയുടെ വികസന സമിതി, വാർഡ് വികസന സമിതി നടത്തിയ പരിപാടിയായിരുന്നു അത്.